wonderful Kerala. നല്ലൊരു കൈഡി കൊടുക്കാം പാട്ടും കലാസമിതി. എന്റെ അമ്മ കയറിയപ്പോ തന്നെ ക്ഷണിച്ചു. Insane. And of course നമ്മളുടെ ചെമ്മീൻ ബാൻഡ് കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് ഈ വലിയ തണുപ്പുള്ള ഒരു ഓഡിയൻസ് അമേസിംഗ് ആയിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാൻ തണുപ്പെന്ന് പറഞ്ഞത് വളരെ സാർക്കാസ്റ്റിക്കലി ആണ് കേട്ടോ. ഈ കൊടും ചൂടിൽ വയർത്ത് ഉരുകിക്കൊണ്ടിരിക്കുന്ന നല്ലവരായ കൊച്ചിക്കാരെ പ്രണാമം. തമിഴ് സിനിമ 2022 കണ്ട ഹയസ്റ്റ് ഗ്രോസർ. നോട്ട് ജസ്റ്റ് ദാറ്റ്, തമിഴ് ചിത്രങ്ങൾ എക്കാലത്തെയും തമിഴ് ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്പർ 3 പൊസിഷനിൽ ഹയസ്റ്റ് ഗ്രോസർ. ആൻഡ് ഇന്ത്യയിൽ 15ാമത്തെ ഹയസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രം. Can we give a loud round of applause? Number 1, Wikipedia is wrong. This Wikipedia is a big problem, Jian sir. Number 1 in, that was the last year. No. Oh, so that was entire Tamil films. Number 1 highest grosser, ladies and gentlemen. Can we have a loud round of applause? Wikipedia വായിച്ചു വരുന്ന സ്റ്റേജിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചു. നമ്മുടെ വേദിയിലേക്ക് to officially welcome you to this Kerala launch of PS2. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. PS1 ആദ്യമായി റിലീസ് ചെയ്തപ്പം തന്നെ മറ്റ് കേരളത്തിൽ നിങ്ങൾ തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരുന്നത്. കാരണം അത് വളരെ വിജയകരമായി നടന്നു എന്നാണ് ചരിത്രം. ഇവിടെ വിക്രം സാർ പറഞ്ഞ മാതിരി ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കളക്ഷനുള്ള ഒരു സിനിമയായി മാറ്റിയതിൽ ഞങ്ങളും ഒരു പങ്കുണ്ട് എന്ന് കേരളത്തിലെ സിനിമാ പ്രേമികൾ പങ്കുണ്ട് എന്ന് നിങ്ങൾ പറയുക. കാരണം അത്രയും ദിവസങ്ങൾ ഫുൾ ഹൗസായി നടന്ന ഒരു സിനിമയാണ് PS1. ഈ ചൂടത്തും ഈ എനർജി വെച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു വലിയ നമ്മൾ അക്നോളജ് ചെയ്യണം അല്ലേ ജയറാമേട്ടാ? സമ്മതിക്കണം. എന്ത് ചൂട്! ഇത്രയും കൊച്ചിക്കാരുടെ ആവേശത്തിന്റെ ചൂടിൽ ഈ ചൂടൊന്നും ഒന്നുമില്ല. 40 വർഷം മുമ്പ് കലാഭവന്റെ മിമിക്രി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. അന്ന് കിട്ടിയ കയ്യടിയാണ് 40 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക്. ആഴ്വാർക്കടിയൻ നമ്പി, ആ പേര് പഠിക്കാൻ ഞാൻ കുറെ നാളെടുത്ത് ചേരാമേട്ടാ. എന്റെ വായിലത് വരുന്നില്ല. പക്ഷേ ആഴ്വാർക്ക് അടിയൻ നമ്പി, ആഴ്വാർക്ക് അടിയൻ നമ്പി, തിരുമലൈ. ബട്ട് വാട്ട് എ ലുക്ക് മച്ചാ, പൊളി ലുക്ക്. എങ്ങനെയായി? ഹൗ ഡിഡ് യു മാനേജ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ? എൻ്റെ ഏറ്റവും വലിയ ഇതില് അനുഭവിച്ചത് ഞാനാണ്. കാരണം ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എന്നും രാവിലെ മുട്ടയടിക്കണം. കോവിഡ് വന്നു. 1 വർഷത്തോളം മുട്ടത്തല്ലിയായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു. But whatever it is, I think ഈ ക്യാരക്ടറിന് വേണ്ടി വലിയൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ യു അണ്ടർവെന്റ്. മണി സാറിന് കൂടെ ആദ്യത്തെ ചിത്രം ആണിത് അല്ലേ? എനിക്ക് തോന്നും അഭിനയിക്കുന്ന എല്ലാവരും വലിയൊരു ഡ്രീമാണ് മണി സാറിന് കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന്. ജയറാമേട്ടനും അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കുമല്ലോ. ബിക്കോസ് കുറെ തമിഴ് ചിത്രമൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ഡയറക്ടേഴ്സിന് കൂടെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ കഥാപാത്രങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൊച്ചിൻ റിഫൈനറിക്ക് അടുത്ത് HOC എന്ന് പറയുന്ന കമ്പനിയുടെ വാതിൽക്ക് ഞാൻ പോകുമ്പോൾ ഒരാളുകളുടെ തിരക്ക്. ഞാൻ നോക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ്. ഏതാണ് പടം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണരൂ എന്ന് പറയുന്ന മലയാള സിനിമയാണെന്ന് പറഞ്ഞു. ആരാ സംവിധായകൻ എന്ന് ഞാൻ ചോദിച്ചു. മണിരത്നം എന്ന് പറഞ്ഞൊരു പുതിയ ആളാണെന്ന് പറഞ്ഞു. കുറേ നേരം ഷൂട്ടിംഗ് കണ്ടു നിന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായി മാറി. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന അന്ന് അവിടെ കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ ഒരു 6 ഫീറ്റ് ഉണ്ടോ ജയറാമേട്ടന് പൊക്കം? ഉണ്ട്. അപ്പം ഈ 6 ഫീറ്റ്, പക്ഷെ നമ്പിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ്. കൽക്കി കൃഷ്ണമൂർത്തി വരച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ
നമ്പിക്ക് ഭയങ്കര ഉയരം കുറവാണ്. അപ്പോൾ ഫസ്റ്റ് മണി സാർ ഓഫീസിൽ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ്, ബാക്കിയെല്ലാം ജയറാം കറക്റ്റാണ്, ഈ ഉയരം മാത്രം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ടൈപ്പ് ഓഫ് വാക്കിംഗ് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാനും കാർത്തി സാറുമാണ് എപ്പോഴും പടത്തിൽ ത്രൂ ഔട്ടൊരു ഇത്. അപ്പം അദ്ദേഹം പോകുമ്പോഴൊക്കെ അതിൻ്റെ പുറകിൽ ഞാൻ ജയറാമേട്ടൻ തന്നെ ആലോചിച്ചെടുത്താണ്. അതെ, അത് അദ്ദേഹത്തിന് ഇഷ്ടമായി, അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. It adds a lot to the role as well. So now പൊന്നിയിൻ സെൽവൻ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിലും നല്ല ഒരു ഇമ്പോർട്ടന്റ് റോൾ ജയറാമേട്ടനുണ്ട്, അതുപോലെ തന്നെ ഈ സിനിമയിലും ജയറാമേട്ടനെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, ഇത് സത്യം പറഞ്ഞാൽ കൽക്കി കൃഷ്ണമൂർത്തി എഴുതിയ ആ നോവലില് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊന്നാണ് ആൾവാർക്കടിയൻ നമ്പി. പക്ഷേ ഒരു സിനിമയിൽ ഒരു 2.5 മണിക്കൂർ 5 മണിക്കൂർ ഒരു സിനിമയ്ക്കകത്ത് ഇതെല്ലാം കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പോർഷൻസ് കുറച്ച് കട്ടായി ചെറിയതായി പോകുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ നോവൽ വായിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായ രാജരാജ അരുൾമൊഴിവർമ്മൻ, വന്ദിയത്തേവൻ, അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആൽവാർക്കടിയൻ നമ്പി. പക്ഷേ ഒരു സിനിമയിൽ പറയാനുള്ള ഇതെല്ലാം കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് അതെ, അതും 5 വോള്യമായ ഒരു ബുക്കാണ് 2 ഭാഗമായിട്ട് മുന്നിൽ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് അറ്റ് ഓൾ. പക്ഷെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ആദ്യത്തെ ലോഞ്ചിൽ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് ജയറാമേട്ടൻ സംഭവങ്ങൾ വൈറലാക്കും. നമ്മുടെ കേരളത്തിലെ ലോഞ്ചിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നാലേ എത്രയോ കാലമായിട്ട് കാണുന്നതല്ലേ. ഐ ഹാവ് ടു ആസ്ക് യു ദിസ്. ഈ എല്ലാവരും ഈ CCTV എന്തിനാ ജയറാമേട്ടനെ വിളിക്കുന്നത്? ഈ സെറ്റിലെ CCTV ആണ്. ഐ തിങ്ക് ഐശ്വര്യ യു ആർ ദ വൺ ഹു സെഡ് ഹീസ് CCTV, നോട്ട് യു. അങ്ങനത്തെ പറഞ്ഞിട്ടേ ഇല്ല. ഹു കോൾഡ് ഹിം ടോം ആൻഡ് ജെറി? കാർത്തി സർ, ഡിഡ് യു കോൾ ഹിം ടോം ആൻഡ് ജെറി? നോട്ട് യു, നെവർ. പക്ഷെ ഇങ്ങനത്തെ ഒരു പേരും കൂടി ജയറാമേട്ടനുണ്ട്. സെറ്റിൽ പോയ ഒരു എല്ലാം നിരീക്ഷിച്ച് വീക്ഷിച്ച് എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയറി അവർക്ക് പണി കൊടുക്കുന്ന ഒരാളെ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത് കുട്ടിക്കാലം തൊട്ടുള്ളൊരു ശീലം. But we love that ശീലം of yours. അപ്പോൾ ആഴ്വാർക്കടിയൻ നമ്പി എന്ന കഥാപാത്രം PS2-ൽ വളരെ അധികം ശക്തമോടെ തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജയറാമേട്ടൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്. PS2-ലെ വലിയൊരു ഭാഗമാണ് ജയറാമേട്ടൻ. അപ്പം നമ്മളുടെ മറ്റുള്ള തമിഴ്നാട്ടിലെ കൂട്ടുകാർ വേദിയിലെത്തുമ്പം കുറച്ച് നമ്മളുടെ കൂടെ സ്റ്റേജിൽ അവരെ നമുക്ക് ആദ്യം മണി സാറിനെ കുറിച്ച് എന്താണ് ജയറാമേട്ടന് തോന്നുന്നത്? അദ്ദേഹത്തിന് കൂടെ ആദ്യമായിട്ടാണ് അഭിനയിച്ചത്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ. അല്ല, മണിരത്നത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ഏറ്റവും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഈ തൊഴിലും കൊണ്ട് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സിനിമ ഇങ്ങനെയും എടുക്കാം എന്ന് ജീവിതത്തിൽ ഒരു അനുഭവം തന്നെയായിരുന്നു മണിസാറിൻ്റെ കൂടെ. രാവിലെ ചിലപ്പോൾ ഒരു ഷോട്ടിൽ മാത്രമായിരിക്കും ഞാൻ ഉണ്ടാവുക. തായ്ലൻഡിലൊക്കെ ആയിരുന്നു ആദ്യ ഭാഗങ്ങൾ. പക്ഷെ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ സാറിനോട് പറയും, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ കൂടെ നിർത്താമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെ, അദ്ദേഹം ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ തന്നെ പോയി നിൽക്കും ദിവസം മുഴുവൻ. അതായത് ഒരു സംശയങ്ങൾ പോലും ഇല്ലാതെ കഴിഞ്ഞ 45 വർഷമായിട്ട് അദ്ദേഹത്തെ മനസ്സിലുള്ളതാണ് പൊന്നിയിൻ സെൽവൻ. അതുകൊണ്ട് മാത്രമല്ല, രാവിലെ തൊട്ട് ഒരു 4 സീൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. 100 കുതിരകളുണ്ടാവും, 1000കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടാവും. സിനിമയിൽ അഭിനയിക്കുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ മുഴുവൻ വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിക്കുന്നതിൽ ഒരു സീനെങ്കിലും അദ്ദേഹം തീർക്കുമെന്ന് നോക്കി നിൽക്കും. പക്ഷേ ആ 4 സീനും വൈകുന്നേരം 5 മണിക്കുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് തീർത്ത് പാക്കപ്പ് ചെയ്ത് പോകുന്നൊരു സംവിധായകനെ ഒരുപക്ഷെ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു അത്ഭുതമായിട്ടാണ് ആ മനുഷ്യനെ ഞാൻ നോക്കി കണ്ടിട്ടുള്ളത്. അതിനുശേഷം തിരിച്ച് 6 മണിക്ക് ഹോട്ടലിലെത്തുന്നു. ബാക്കി എല്ലാ നാളത്തേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലാം റെഡിയായിരിക്കും. അത് 7 മണിക്കുള്ളിൽ അദ്ദേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെയും വിളിച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ഷൂട്ടിംഗ് മുഴുവൻ ശരിയാക്കിയ ശേഷം വൈകുന്നേരം 7 മണിക്ക് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും റീഡ് ചെയ്യണം. സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കും. കാർത്തി സാറുണ്ടാവും, ഞാനുണ്ടാവും, JM രവി സാറുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവരും അവരവരുടെ പോർഷൻ വായിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തമിഴ്, പഴയ കാലത്തെ തമിഴാണ്, അത് കറക്റ്റ് ചെയ്യാനുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അത് മുഴുവൻ കറക്റ്റ് ചെയ്ത ശേഷം ഏകദേശം 8 മണിക്ക് അദ്ദേഹം എല്ലാവരോടും ചോദിക്കും, ഓരോ ബിയർ വേണോ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ച് നോക്കി നിൽക്കുന്നത്, എന്തൊരു മനുഷ്യ. കാലത്ത് 3 മണിക്കാണ് വേക്കപ്പ് കോൾ, 3 മണിക്കാണ്. 3:30 മണിക്ക് എന്നും എനിക്ക് മുടി ഷേവ് ചെയ്യാനായിട്ട് ഒരാൾ വരും ഹോട്ടലിലേക്ക്. അതിനുശേഷം ഏകദേശം 4 മണിക്ക് ഞാൻ കോർട്ടോറിൽ വരുമ്പോൾ ശ്രീ രവിയും കാർത്തി സാറൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം, ഉറങ്ങിക്കൊണ്ട് തന്നെ പതുക്കെ അങ്ങനെ കാറിൽ ഞാനും കൂടെ കൂടും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ, അത് ഒരു
അത്ഭുതമായിട്ടാണ് എനിക്ക് മണി സാറിന് തോന്നുന്നത്. രവി വർമ്മൻ സാറിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ആദ്യത്തെ ചിത്രത്തിൽ ജയറാമേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. വാട്ട് എ ലൈഫ് ഹീസ് ലൈഡ് അല്ലേ? രവി വർമ്മൻ സാറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ വക്കാലത്ത് നാരായണൻകുട്ടി എന്നൊരു സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം മലയാളത്തിൽ. അന്ന് അദ്ദേഹം ലൈറ്റപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി മടക്കി ഞാൻ ഷേപ്പിൽ പിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം തുറക്കരുത്, കുറച്ചു കാലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെക്കുറിച്ച് വല്ലതും തെറ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എന്നാൽ പിന്നെ നോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അതിൽ എഴുതിയത് 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായിട്ട് നിങ്ങൾ മാറും എന്നാണ് എഴുതി കൊടുത്തത്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ആദ്യം അതും കൊണ്ട് എൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹം വന്നത്. അങ്ങനെ എത്ര എത്ര കഥകൾ. ബിക്കോസ് PS1 PS2 എന്ന ചിത്രം അതുണ്ടാക്കാൻ നിരവധി വർഷങ്ങൾ എടുത്തു. മണിരത്നം സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു. തീർച്ചയായിട്ടും ആ സ്വപ്നം മദ്രാസ് ടോക്കീസ് അലോങ് വിത്ത് ദം ലൈക്ക പ്രൊഡക്ഷൻസ് ഒരു റിയാലിറ്റി ആക്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏപ്രിൽ 28 പൊന്നിയിൻ സെൽവത്തിന്റെ 2ാം ഭാഗം. ഫസ്റ്റ് ഇതിന്റെ എല്ലാം ഒന്ന് പറഞ്ഞു പോണ്ടേ, കഥകള് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തണം, എല്ലാം അതിലായിരുന്നു PS1. ടെറിഫിക് ആണ് സെക്കൻഡ് പാർട്ട്. ടെറിഫിക് நான் வந்து எவ்வளவு நிறைய இடத்துக்கு போகும்போது நிறைய பேர் வந்து சொல்லுவாங்க, சார் மணி சார் மாதிரி காட்டுங்களா, ரொம்ப அழகா இருந்து மணி சார் எப்படி பேசணும் அவங்களுக்கு தெரிய கூட தெரியாது. இல்ல இது நான் இன்னத்து நல்ல சொல்ல ஒரு என்ன ஒரு PS1 நீங்க பார்த்திருக்கீங்க, இல்லைங்க அதுல எல்லாம் விட்டு இதுல ரொம்ப சம்திங் டிஃப்ரெண்டா இருக்கு. அதுதான் ஐ கேன் அஷ்யூர் யூ சம்திங் டு கோச்சிங் and ഫസ്റ്റ് ഇതൊന്ന് കാണാം ഇവിടെ നമ്മൾക്ക്. ദാറ്റ്സ് ഫൈൻ. താങ്ക് യു. നമസ്കാരം. റമാനിക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള PS1-ലെ ആ ക്യാരക്ടർ. PS2-ൽ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? പിന്നെ ജയറാം പറഞ്ഞ പോലെ അടിപൊളി സംഭവമായിരിക്കും. PS1 കണ്ടിട്ട് എന്നെ പലരും വിളിച്ചു, ചോദിച്ചു ഇങ്ങനെ എന്താണ്, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു മധുരാന്തകനെ കുറിച്ച്. പലരും ചോദിച്ചു മധുരാന്തകൻ വില്ലനാണോ എന്നൊക്കെ. ഈ നോവൽ വായിച്ചവർക്ക് അറിയാം കൃത്യമായി മധുരാന്തകൻ ആരാണെന്ന്. പക്ഷെ ചരിത്രം വായിച്ചാലും കൂടുതൽ അറിയാൻ കഴിയും. കാരണം മഹത്തായ ചോള സാമ്രാജ്യം 6 വർഷം ഭരിച്ച ഉത്തമ ചോഴൻ എന്ന് പേരുകെട്ട രാജാവാണ് ഈ മധുരാന്തകൻ. ആ വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, പണ്ട് ഏതോ ഒരു സീരിയലില് പൊന്നിയിൻ സെൽവന്റെ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ റഹ്മാനിക്ക? ഇല്ല, ആക്ച്വലി അത് സൺ ടി വിക്കാർ ഏർലി 90s സൺ ടി വി ഇത് സീരിയലായി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ, അപ്പോൾ ഇതില് വന്ധ്യദേവനോ അല്ലെങ്കിൽ ആദിത്യ കരിക്കലിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ അന്ന് ചെയ്യാൻ ഇരുന്നത്. പക്ഷെ ഭാഗ്യത്തില് ഞാൻ മധുരാന്തകൻ എന്നൊരു കാര്യത്തിലും ചെയ്യാൻ കഴിഞ്ഞു. യെസ്, അതും ഒരു നേരത്തെ വന്നൊരു ക്ലൂ ആയിരിക്കാം അല്ലെ? പണ്ടത്തെ കാലത്ത് നമ്മളൊരു നിമിത്തം എന്നൊക്കെ പറയില്ലേ, ഇത് ഒരു ഐഡിയ തരും, പിന്നെ 20 years later here you are fulfilling this amazing role. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, ഇങ്ങനത്തെ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, പ്രോബബ്ലി വൺ ഓഫ് എ ബിഗ് ബഡ്ജറ്റ് ഫിലിം. വാട്ട് ഈസ് ഇവിടുത്തെ ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്താണ് റഹ്മാൻ എന്ന നടൻ, ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ, കുറെ വർഷമായിട്ട് അഭിനയിക്കുകയാണ്. വാട്ട് ഈസ് ദ വൺ ബിഗ് ഡിഫറൻസ്? ഇല്ല, ഇത് ജയറാം നേരത്തെ പറഞ്ഞ പോലെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ജോളി അടിക്കുക ഒന്നുമല്ല. ഒരുപാട് കഷ്ടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ഫിലിം അല്ലേ. കുറേ ഒരു സെറ്റിൽ കയറുമ്പോൾ തന്നെ മിനിമം ഒരു 500,000 ആളുകളും കുതിരകളും ആനകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് ഹെക്ടിക് ആയിരുന്നു. ഇതേ പറഞ്ഞ പോലെ 3 മണിക്ക് നമ്മൾ എഴുന്നേക്കും, മേക്കപ്പ് ഇടലും കോസ്റ്റ്യൂം ഇടലും ഒക്കെ ആയിരുന്നു അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ജേർണി. ക്യാമറയുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളും പിന്നെ ക്യാമറയുടെ പുറകിലും നമ്മൾ ജയം, രവി, വിക്രം നമ്മളൊക്കെ ഒരുമിച്ച് ഹോട്ടലിൽ പല നിമിഷങ്ങളും. എങ്ങനത്തെ നിമിഷങ്ങൾ? ജിം both of you are going to the gym regularly. Okay, ഇവർക്ക് എല്ലാവർക്കും വയറ് കുറയ്ക്കണം, എനിക്ക് മാത്രം വയറ് വെക്കണം. ആ സിനിമയ്ക്ക് അതല്ല അങ്ങനെ. ജയറാമേട്ടനെ മാത്രം ഈ രാജാവൊന്നും ആക്കിയില്ല. ഇവരൊക്കെ രാജാവ്, പ്രിൻസ് അല്ല, അവരൊക്കെ അങ്ങനത്തെ 6 പാക്ക് ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ്. നമ്പിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നമ്പിക്ക് വലിയ കൽക്കി വരച്ചിരിക്കുന്നത് അങ്ങനെയാണ്, വലിയ വയറൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഡെയിലി എനിക്ക് സെപ്പറേറ്റ് ഫുഡ്, കൂടുതൽ പല എക്സ്ട്രാ തിങ്സ് എല്ലാം എനിക്ക് എല്ലാം അയക്കാറുണ്ട്. ഇവർക്കൊക്കെ ഡയറ്റ് കൺട്രോൾ, അവിടെ എക്സ്ട്രാ. ദാറ്റ്സ് നൈസ്. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ വല്ലതും ഉണ്ടോ ഈ പുതിയതിൽ? ഒന്ന് അറിയാനാ. ക്ലൈമാക്സ് ഫൈനലി, ബിക്കോസ് ഫ്രം PS1 ഐ തിങ്ക് ഒന്നുമില്ല.
ഇല്ല. അപ്പൊ PS2-ൽ മധുരാന്തകൻ ആൻഡ് നൻപി. വേറെ ഒരു കാര്യം, എല്ലാവരുടെയും സംശയം മധുരാന്തകനെ കുറിച്ചുള്ള സംശയം PS2-ൽ അതിന്റെ ഉത്തരമുണ്ട്. എന്തായിരുന്നു ആ സംശയം? അത് PS2 കാണും. സംശയമുള്ളവർ PS2 കാണുക. The answer is in PS2. Thank you so much, Ramanika. Thank you so much. We can't wait to see your character in the Thank film. you, sir. PS2. PS2, yes. Are you ready for the release? Waiting. It's Waiting. fantastic. ഞങ്ങൾ ഓഡിയൻസ് PS1 കണ്ടൊരു ഒരു ത്രില്ലിലാണ്. ബിക്കോസ് എന്നാലും അത് അവസാനിച്ചത് ഒരു വളരെ ഒരു സസ്പെൻസ്ഫുൾ ആയ ഒരു രീതിയിലാണ്. തുടങ്ങിയത് ബാബുചേട്ടനെ നാട് കടത്തി അല്ലെ. അപ്പോ ഫസ്റ്റ് സിനിമയില് നമ്മൾ കണ്ടു, പക്ഷെ കുറച്ചുകൂടെ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ബാബുചേട്ടൻ. എന്താ പറയുക, ആക്ഷൻ ഹീറോ ആണല്ലോ. ഇത്രയും ആക്ഷൻ സീക്വൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. ബാബുചേട്ടൻ ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു വാളും കയ്യിലെടുത്ത് വന്ന് ഒരാളുടെ തലയിൽ വെട്ടണ്ടേ? അതിന്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. കാരണം ഞാൻ ഈ PS1-ന്റെ ഷൂട്ടിങ്ങിന് പോയ വഴിക്ക് ഞാൻ ഇതുപോലെ മാർഷൽ ആർട്സും ആക്ഷനും ഒക്കെ ചെയ്തിട്ട് അതുപോലെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ ഞാൻ ഒരു ബോക്സ് എടുത്ത് മുകളിലോട്ട് വെച്ചപ്പോൾ ഷോൾഡർ ഇഞ്ചുറി ചെയ്തത്. അത് മാസീവ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ 5% പൊങ്ങുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു ഡിസിഷനാണ്, ഈ പടം ചെയ്യാൻ പറ്റുകയല്ലേ. അപ്പോൾ അന്നേരം അതിൽ ഫസ്റ്റ് കാർത്തി സാറുമായിട്ടും രവി സാറുമായിട്ടൊക്കെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാത്രം വെച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അത് എല്ലാ ടീമും മണി സാറും എല്ലാം ഒരുപാട് എൻകറേജ് ചെയ്തിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ബാക്ക്. How is your hand now? It's fine now. It's fine. ഒരു PS എന്ത് വെച്ചിട്ടാ എന്റെ മുഖം മിസ് ആയി. ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഫുൾ സ്റ്റൈലൊക്കെ വന്ന ജയറാമേട്ട. ഞാൻ ഫുൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വിക്രം സർ ഇസ് കമ്മിങ്, ജയം രവി സർ ഇസ് ഹിയർ, കാർത്തി ഇസ് ഹിയർ. ഫുൾ സെറ്റപ്പ് ഒക്കെ ചെയ്തു. ഈ ചൂടിൽ വന്ന് ഒരുക്കി പോയി ഈ കോലമായി. I look very beautiful usually. This is not my usual look, I swear. Because I know all of you know you're seeing Pungali, you're seeing Vanati, the lovely Nandini, Kundavi. Now it's very difficult for women in India to do anything because the frames are so beautiful. Cinematography cheyadayalum, editing cheyada reediyalum, it's all just par excellence. So great, we can't wait to see you. Actually, anything else? Endengilum clue tharan thalpariyundo cinemane kurichu? Clue. ഇല്ല. പൊന്നിയിൻ സെൽവൻ 2 കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. സസ്പെൻഷൻ ഇരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ഒരു പടം പോലും അവർ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. നോക്കിയാണ് ഒരു സ്കിൽസ് പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. Nice. So we can't wait to see you in the movie as well. Yeah. Thank you so much. Nallൊരു കാര്യം എടുക്കാം for the lovely Amogha. Thank you everybody. Thank you the wonderful crew. തമിഴിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് നേടിയ ഒരു ചിത്രത്തിലെ നായകനാവുക, ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭാഗ്യമാണ്. മാത്രമല്ല കഴിഞ്ഞ 40-50 വർഷമായി തമിഴ് സിനിമയിലെ എത്രയോ ആളുകൾ ശ്രമിച്ചു ആ കഥാപാത്രം ചെയ്യാനായിട്ട്. അരുൾമൊഴിവർമ്മൻ, രാജരാജ ചോഴൻ, സെറ്റിൽ ഓരോ ദിവസവും അദ്ദേഹം ആ ഡ്രസ്സ് അണിഞ്ഞ് അദ്ദേഹം നടന്നു വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒഴിഞ്ഞിടുക എന്ന് പറയുന്നത് തമിഴിൽ, അത് ഒഴിഞ്ഞു പോട്ടെ, അത് എന്തെങ്കിലും ആളുകളുടെ കണ്ണുണ്ടെങ്കിൽ അത്ര ഭംഗിയാണ്. ഇപ്പോൾ PS2-ൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു സോങ്ങിൽ നടന്ന് പൂക്കളിട്ട് അദ്ദേഹം നടന്നു വരുന്നത് ഞാൻ നേരെ ചെന്ന് പറഞ്ഞു, എനിക്ക് തൊഴുതു പോകും അറിയാതെ രാജരാജ ചോഴൻ മുമ്പിൽ നടന്നു വരികയാണോ എന്ന്. കുട്ടിക്കാലം തൊട്ട് കേട്ടു പറഞ്ഞിട്ടുള്ള കഥയാണിത്. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഈ കൊച്ചിയിൽ, ഈ വേദിയിൽ എനിക്ക് അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ വളരെ അടുത്ത കുടുംബ സുഹൃത്തും കൂടിയായ ശ്രീ ജയം രവി. It's so lovely to see the warm welcome to Kerala. Everybody നന്നായി കൈയടിച്ച് സ്വാഗതം ചെയ്തോ? We are so excited to see you here because in all of our minds right now you are Arulmozhi. அப்போ இப்போ கொஞ்சம் லுக் டிஃபரண்ட் ஆயிருக்கேன். எல்லாருக்கும் நமஸ்காரம். ரொம்ப சந்தோஷமா இருக்கு இங்க இருக்கிறது. நீங்க எல்லாரும் எங்களை பார்த்து சந்தோஷப்படுறதை விட 10 மடங்கு நாங்க எல்லாரும் உங்களை பார்த்து சந்தோஷப்படுறோம். Thank you for this wonderful welcome. Jairam sir, thank you for standing with us. Thank you for standing for us always. என்னுடைய குரு சாமி எல்லாருமே ஜெயராம் சார் தான்.
எப்பவும் நான் நல்லா இருக்கணும்னு நினைக்கிற சில பேரில் அவர் எப்பவுமே வந்து டாப் லிஸ்ட்டில் இருப்பார். அவரை பார்த்தாலே எனக்கு ஒரு மன நிம்மதி வரும். அது எங்கேருந்து வருதுன்னு தெரியல சார். தேங்க்யூ ஸோ மச் சார். லவ் யூ ஆல்வேஸ் ஃபார் லைஃப். அண்ட் வந்த உடனே ஒரு புத்துணர்ச்சி வருது. அவங்க அந்த மேலே அந்த சண்டை வாசிக்கும் போது என்ன ஒரு பெர்ஃபார்மன்ஸ். ஆசம். கிவ் இட் அப் ஃபார் தம். கிரேட்டஸ்ட் பெர்ஃபார்மன்ஸ். சூப்பர். அந்த இதில் தொங்கிட்டு அந்த பெர்ஃபார்ம் பண்ணி அந்த டான்ஸ் பண்ணது கிரேட். ஹேட்ஸ் ஆஃப் டு த ஹோல் டீம். எக்ஸ்ட்ராடனியாக பண்ணியிருந்தாங்க. அங்கே உட்காந்து ரசிச்சுக்கிட்டே இருந்தேன் நான். இப்படி ஒரு வெல்கம் நாங்கள் எதிர்பார்க்கவே இல்லை. எங்கள் எல்லாரையும் மனசு ரொம்ப சந்தோஷப்படுத்திட்டீங்க. திருப்பி திருப்பி கொச்சினுக்கு வரணும்னு தான் எங்களுக்கு இருக்கு. கண்டிப்பாக வருவோம். லவ் யூ ஆல் ஃபார் திஸ். PS2 அப்புறம் பேசுவோம். PS1 இஸ் அ மூவி, பட் PS2 இஸ் an எமோஷன். அப்படி இருக்கும், அது பார்க்கும் போது அப்படி இருக்கும். ஏன்னா அதில் எல்லாருக்கும் எல்லாருடைய கேரக்டர்ஸோட ஃபுல்ஃபில்மெண்ட் பார்க்கலாம். நம்ம சார் என்ன பண்ணுறாருன்னு பார்க்கலாம். உண்மையாகவே அவர் ஸ்பை தானா இல்லையா அப்படிங்கிறது இதில் தான் பயங்கரமாக தெரியும். கார்த்தியோட கேரக்டர் என்ன ஆச்சு, என்ன பண்ண போகிறாரு, அவர் அந்த குறும்புத்தனம்லாம் போய் சீரியஸ் ஆகிற மாதிரி ஒன்று வரப்போகுது இந்த படத்தில். நீங்கள்லாம் சியான் விக்ரம் ஆக்டிங் பார்த்துருக்கீங்களா? இல்லை, நான் திருப்பி கேட்குறேன். நீங்கள்லாம் சியான் விக்ரம் ஆக்டிங் பார்த்துருக்கீங்களா? நான் நேரில் பார்த்துருக்கேன். அப்படி இருக்கும், அது அப்படி இருக்கும். அவர் என்ன பண்றாரு இந்த படத்துல மட்டும் பாருங்க. PS2ல கார்த்தி எப்பவுமே சொல்லுவாரு, அவர் வெடிக்க போது பார், ஒரு எரிமலை வெடிக்க போது பார் அப்படின்னு சொல்லிட்டே இருக்காரு. அந்த மாதிரி பல விஷயங்கள் இதுல இருக்கும். நம்ம குந்தவை என்னென்னமோ பண்ண போறாங்க, மாய மந்திரம்லாம் பண்ண போறாங்க பாட்டுல. ஒவ்வொருத்தருக்கும் ஒரு எக்ஸ்ட்ராடினரி ஆர்க் இருக்கு இந்த PS2ல. ஸோ அதனால நீங்க எல்லாரும் கண்டிப்பா பார்க்கலாம். அண்ட் மணி சார் மேஜிக் சொல்லவே வேணாம். அவர் மெஜிஷியன் தான். அவர் இஸ் அ விஷனரி மோர் தென் எனி திங், மோர் தென் அ டைரக்டர். ஸோ அவர் எக்ஸ்ட்ராடினரியா நான் சொல்லக்கூடாது. You don't even have to say it. Yeah. The range and depth that Mani Ratnam, the director, has given Tamil films or Indian films is unparalleled. And with PS2, it's going to a whole new different level of emotion. So now, James sir, I got some details and all about you, which I want to just check with you. Okay. Okay. Poduva people think you're serious, huh? Neenga serious ah or manshana? Like எங்க டீம் கேட்டா சிரிப்பாங்க அங்க பாருங்க. Serious ah? Not at all, huh? See, lots of jokes, lots of counters, you say like this. ஏதோ தெரிஞ்சது சொல்லுவாங்க அவ்வளவு. So, for example, I think it was Dhruv. Vikram sir's son came up and said, "Hello, Ponniyin Selvan." அப்ப நீங்க என்ன சொல்ல? இல்ல, அது அவரே சொன்னாரு. மீம்ஸ் என்னடா காப்பி அடிச்ச அப்படின்னாரு. துருவ் வந்து நான் போய் சொன்னேன், ஹலோ ஐம் பொன்னியின் செல்வன், ஐம் கென்னியன் செல்வன். அந்த மாதிரி. ஸோ இதெல்லாம் நடக்கும், அதெல்லாம் அப்பப்போ நடக்கும் அதெல்லாம். So Ponniyin Selvan because Vikram sir is old. Even Vikram sir, I'm also just like, I also don't like my name. I'm not a big. You like my name, Vikram or Kennedy? You like Kennedy. You just thought for films Vikram suits it better. No, I'm going to ask you when you come here. Okay, done. Okay, now Jam Ravi sir, Kerala is here, Malayalis are here. This is your first film with Mani sir. Have you? Yes. No, actually this is my second film. PS1 was my. Yeah. That's a good one. സിനിമയേക്കാൾ കൂടുതൽ പുറത്താണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ. ഓക്കെ. എന്തെങ്കിലും നമുക്ക് ജയം രവി സാറിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ? അങ്ങനെയില്ല, എനിക്ക് രവിയേക്കാൾ കൂടുതൽ അടുപ്പം എനിക്ക് രവിയുടെ ഫാദറുമായിട്ടാണ്. എഡിറ്റർ മോഹൻ സാർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണ്, വളരെ അത്ര അടുപ്പം. ഇരിക്കുന്ന എല്ലാ മദ്രാസിലുള്ള സിനിമാ പീപ്പിൾക്ക് എല്ലാവർക്കും ഒരു വളരെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നതാണ് എഡിറ്റർ മോഹൻ സാറിൻ്റെ സണ്ണാണ്. അപ്പോൾ തുടങ്ങിയത് ഒരു നടനായിട്ടല്ല തുടങ്ങിയത്. വേണമെങ്കിൽ അച്ഛന് രവിയെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എത്ര വലുതായിട്ട്.
പക്ഷേ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കമലഹാസന്റെ സെറ്റിൽ കമൽ സാറ് പോലും അറിയാതെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കമലഹാസൻ ചോദിച്ചു, ആ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആരാണ് ചോദിച്ചപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് എഡിറ്റർ മോഹൻ്റെ സണ്ണാണ്. അയ്യോ എതൊക്കെ അവർ അങ്ങ് யாரோ உட்கார வச்சு അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ നടനായതാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അച്ഛന്റെ കെയർ ഓഫിൽ നടനായാണ്. That is such a compliment for you, Jayam Ravi. So we can't wait to see you in a full-fledged, thank you, expression in the film. Ladies and gentlemen, nalloru kai kodukam for the wonderful Jayam Ravi sir who's here with us. Okay, so the character of Vanati is very different from anything else that you've done, because I was very familiar with all of your, Netflix shows or like online platform stuff, and then to see you in the trailer as Vanati, and I was like, wow, I want to see her do that. How was the experience working in a Mani sir film? Actually, when the AV started playing, I was really worried. I was like, what are they showing? I think as an actor, the joy is playing a variety of characters. I feel very, very happy to have been a part of Mani sir's dream, his canvas, just one more color. It's really a joy. I've had great fun. And I think another side of yours, your fans saw as well, because again, of course, you're a classical dancer, you're a trained dancer, and this movie has an opening sequence of you doing some amazing stuff, flying around, and stuff like that is always very, very exciting. Was that challenging, the shoot of the movie as such, and prepping for it? I think it is the crises that make love exciting, right? So I think it's the challenges that make experiences meaningful. I've cherished every drop of blood that dropped. It was quite a bit, isn't it? Yeah. Ponniyin Selvan 2-ൽ വാനത്തി എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ കുന്തവിയുടെ കൂടെ കാണുന്ന ഒരു ക്യാരക്ടറാണ്. But it's a major love interest happening, അല്ലേ? You really like Arulmozhi, which is Ponniyin Selvan. Or we think, or you're supposed to be married off to him, according to the... Really like is an understatement. Really? Yes, I think she swoons at the sight of him. Okay. Yes, she's... But is there going to be some competition in this next PS2? Because I see somebody else also likes him. When the suitor is so precious, how can there not be competition? So other വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആസ്പെക്ട് ആണ്, ബിക്കോസ് പൊന്നിയൻ സെൽവൻ എന്ന ക്യാരക്ടറിലെ വാനത്തി മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, പൂങ്കൊഴിലിക്കും ഒരു ഇഷ്ടമുണ്ടെന്ന് നമ്മൾ ആദ്യത്തെ ഒരു PS1 കണ്ടു. So we've got this gorgeous lady on one side and that gorgeous boat woman on the other. And poor, you are stuck in the middle, Jayam Ravi sir. What to do? Such a struggle. Such a struggle. Who will you choose? Both, or you'll step out? No. You'll stay right there. You'll stay right there. Okay, but this is also something I'm looking forward to see, because Mani Ratnam sir has a beautiful way of handling romance also. He's really good at it. He's also great at handling, terrorist stuff, conspiracy stuff, big films, small films. So every aspect of this movie has a little surprise element, and we can't wait to see that. But is there something you want to tell the audience of Kerala before the movie comes out in a few days? I think I just want to share my gratitude, because with both my films that have released in Malayalam before, Muthon with Nivin and Kurup with Dulka, it's been a wonderful reception, a very, very warm welcome. I felt very encouraged. I felt like they embraced me. It's a beautiful feeling. So it's a joy to be back here, an absolute pleasure, and it's a privilege really. And it's been such an incredible evening to watch the performance. It was truly extraordinary. Thank Such you a pleasure. so much. Thank you so much. All the best with, I'm sure, another super successful movie that's going to happen. Nalloru kaidi kodukam for the lovely Shobita Dilipala, ladies and gentlemen. How excited are you? ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ ഭാഗമായി എൻ്റെ മണ്ണായ കൊച്ചിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ചൂടിലും ഞങ്ങളെ എല്ലാവരെയും കാണാനായിട്ടും പൊന്നിയിൻ സെൽവൻ 2-നെ പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയാനായിട്ട് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നതിലും ഇത്രയും തിരക്ക് കണ്ടതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അഭിമാനം തോന്നുന്നു. എൻ്റെ സിനിമയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും പേര് വന്നല്ലോ കാണാൻ. താങ്ക് യു സോ മച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഫൈനൽ എഡിറ്റ് കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് മണി സാറിൻ്റെ സസ്പെൻസാണ്. പക്ഷേ എനിക്ക് ബുക്ക് വായിച്ചതിൽ നിന്നും സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ നിന്നും എനിക്കറിയുന്നത് എൻ്റെ ക്യാരക്ടർ ഒരുപാട് ഉണ്ടാവില്ല, വളരെ കുറച്ചാണ്, ചുരുക്കമാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയാണ് പ്രധാനം. ഫസ്റ്റ് പാർട്ട് കാർത്തി സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലറാണ്, ഇനിയുള്ളതാണ് സിനിമ, ഇനി വരുന്നതാണ് സിനിമ.
സോ അത് എനിക്ക് തോന്നുന്നു മണി സാറിൻ്റെ ഒരുപാട് നമുക്കിപ്പോൾ ഒരു തമിഴ് സിനിമ, ഒരു ഹിസ്റ്റോറിക് തമിഴ് സിനിമ മേക്ക് ചെയ്യുമ്പോൾ ഉള്ള കൺസ്ട്രെയിൻസ്, അതിന് വരുന്ന പ്രഷേഴ്സ് എല്ലാം ഫസ്റ്റ് പാർട്ടിൽ പോയി. ഇനി ഐ തിങ്ക് മണി സാറിൻ്റെ ഒരു എക്സ്ട്രാവഗൻസ്, ഒരു സിനിമാറ്റിക് എക്സ്ട്രാവഗൻസി ആയിരിക്കും PS2 കാണുക. സോ നിങ്ങളെപ്പോലെ തന്നെ ഐ ആം ഓൾസോ വെയിറ്റിംഗ് ടു സീ ദാറ്റ് ഓൺ സ്ക്രീൻ. കാരണം നമ്മളിപ്പോൾ വി ഹാവ് ബീൻ സീയിങ് മൾട്ടിപ്പിൾ ഫിലിംസ്, പക്ഷെ നമ്മൾ വി ഗോ ടു തിയേറ്റർ ഓൺലി ടു സീ ദ ബെസ്റ്റ് ഫിലിംസ് ആൻഡ് വി ഹാവ് ഷോഡ് ദാറ്റ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ദി ബെസ്റ്റ് തമിഴ് ഫിലിം ആൻഡ് ദ കളക്ഷൻസ് പ്രൂവ് ദാറ്റ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ PS2. യെസ്, ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്രം തന്നെയാണ് പൂങ്കുഴലി. ഈ PS2 ഡു യു ഹാവ് വേറെ ആൾക്കാരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ്, എനിവൺ യു ആർ എക്സൈറ്റഡ് അബൌട്ട്? ഓർ all my exciting combinations, like എൻ്റെ ഒരു കോമ്പിനേഷൻ ഇരിക്കുന്നത് എൻ്റെ പൊന്നിയിൻ സെൽവൻ ആണ്, ജയം രവി അവർകളെ. So ജയം രവി sir is I am excited all the time. അങ്ങനെ കോമ്പിനേഷൻ. Are you also equally excited or not so much? Equally excited. Then the other exciting combination എനിക്ക് ജയറാം സാറിൻ്റെ കൂടെയും നമ്മുടെ കാർത്തി സാറിൻ്റെ കൂടെയും പിന്നെ അശ്വിൻ കാക്കമാനു എന്ന് പറഞ്ഞ സേന്തൻ അമുദൻ ക്യാരക്ടർ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള സീൻസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മളിത് വളരെ സീനിനെ പറ്റി പറഞ്ഞു അറിയാണ്ട് സീനിൻ്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഭയങ്കര രസമുള്ള ലൊക്കേഷൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് 2019 ഷൂട്ട് ചെയ്ത കുറച്ച് പോർഷൻസ് ഉണ്ട്. ആ സമയത്ത് ജയറാം സർ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് മലയാള സിനിമയുടെ, ലൈക്ക് ദി വിൻറ്റേജ് മലയാളം സിനിമയെ പറ്റി, മോഹൻലാൽ സാറിനെ പറ്റി, മമ്മൂട്ടി സാറിനെ പറ്റി, ആ സമയത്തുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസസിനെ പറ്റി. സോ അതൊക്കെ ഇറ്റ്സ് എ പ്രഷ്യസ് മെമ്മറി ദാറ്റ് ഐ വിൽ ടേക്ക് ഫോർവേഡ്. ബിക്കോസ് ആസ് എൻ ആക്ടർ ഞാൻ ഇപ്പോൾ അഭിനയം തുടങ്ങി കുറച്ച് കാലമായി. സോ ഇപ്പോൾ കിട്ടുന്ന എല്ലാ അവസരവും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന ഓരോ പ്രഷ്യസ് ലിറ്റ്ബിറ്റ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ഉണ്ണി മുകുന്ദൻ. I'm such a big fan of you, sir. And congratulations on Maligapuram. And thank you for being here. And Jayasuriya sir and Sarita ma'am, thank you for being here as well. Big fan from Pulival Kalyanam. And always, thank you for being here today for us. നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ആസ് പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി നമ്മൾ എല്ലാവരുടെയും കർത്തവ്യമാണ്. സോ ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് പീപ്പിൾ ഇൻ അവർ മലയാളം ഇൻഡസ്ട്രി ഈസ് സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് ഡൂയിങ് എ ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. വൺ കപ്പിൾ ഓഫ് തിങ്സ്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പം ജയറാമേട്ടൻ പറഞ്ഞു, ജയറാമേട്ടൻ മാത്രം കുറേ ഭക്ഷണം കിട്ടി. പൂങ്കുഴലി നീഡഡ് ടു ബി ഒരു പെർട്ടിക്കുലർ ഫിസിക്, കുറച്ച് ആക്റ്റീവ് ആണ്, ഷീസ് എ ബോട്ട് വുമൺ അല്ലേ? ദാറ്റ് ഇസ് നോട്ട് ഈസി. എന്താ, ഹൗ വാസ് ദ സ്ട്രഗിൾ? കഴിക്കാൻ വല്ലതും കിട്ടിയോ? ഇല്ല, കഴിക്കാൻ ഒന്നും കിട്ടി. ആ സമയത്ത് ആൻഡ് മണി സർ ഇസ് വെരി പെർട്ടിക്കുലർ, ക്യാരക്ടറിന് ഉള്ള പോലെ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ സൈഡിൽ കൂടെ പോകും. അപ്പോൾ ഞാനിങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ മണി സാർ ഇങ്ങനെ നോക്കി, എടുക്കുന്നില്ല, ജസ്റ്റ് നോക്കി, അത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. പക്ഷേ അത് നമുക്ക് ആസ് ആക്ടർ നമ്മുടെ ജോലിയാണത്. ഞാൻ അതിനുശേഷം ഗാട്ടാ ഗുസ്തി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, അതിൽ റെസ്ലറായിരുന്നു. ആ ഫോമിലാണ് ഇപ്പോഴും, കുറഞ്ഞിട്ടില്ല. ആ സമയത്ത് നല്ലോണം കഴിക്കാൻ കിട്ടി. ഈച്ച് റോൾ അല്ലെ, ഓരോ ക്യാരക്ടറിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റും. ഐ മീൻ വിക്രം സർ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ്, ലീഡിംഗ് ബൈ എക്സാമ്പിൾ. ആൻഡ് ഐ തിങ്ക് ഈ സിനിമയ്ക്ക് every single person. And Shobita was saying earlier that you felt embraced by the Malayali audience. That's because we love people who are talented, and we love an actress when she gives the best for each and every role. That's why you were embraced. That is true. Kerala അല്ലെങ്കിൽ മലയാളീസിന് വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ് when it comes to movies, and I think നിങ്ങളെയൊക്കെ കൈ തുറന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയ കാരണം is what Aishwarya just said. So Aishwarya, another thing that I have to ask you of course is, I think PS1-ലെ ആ ഒരു song, would you say that is probably the most iconic song for you ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ in terms of the reach? എനിക്ക് റീച്ച് അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഇതിനു മുന്നേ ഒരു ഹൈദരാബാദിലൊരു ലാസ്റ്റ് ഇയർ ഒരു ലോഞ്ച് നടന്നപ്പോൾ ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ 3rd സ്റ്റാൻഡേർഡിൽ ചയ്യയുടെ ഡാൻസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഡാൻസ് അധികം അറിയാത്തതുകൊണ്ട് ആദ്യം അവർ എന്നെ ഷാറുഖ് ഖാൻ ആക്കി. ഷാറുഖ് ഖാനായിട്ട് ബോയ് ആയിട്ടുള്ളവർക്ക് അധികം ഡാൻസ് കളിക്കണ്ട, ഗേൾസ് സ്കൂളാണ്. പിന്നെ അവർ എന്നിട്ടും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റി എന്നെ. എനിക്ക് ഭയങ്കര ഡാൻസിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഡാൻസ് ചെയ്തില്ല, പക്ഷെ എനിക്കിപ്പോഴും സ്റ്റെപ്പൊക്കെ അറിയാം. ഓക്കെ,
ഒരു കൈ നോക്കിയാലോ? പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു AR റഹ്മാൻ. പക്ഷെ അന്ന് അത് അത്രയും ചിന്തിക്കാനുള്ള കഴിവോ അറിവോ ഒന്നുമില്ല. എല്ലാ പെണ്ണിന്റെ ഒരു ആഗ്രഹമാണ് പെണ്ണിനെ റഹ്മാൻ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് AR റഹ്മാന്റെ പാട്ട്, മണിരത്നത്തിന്റെ സിനിമ. ഐ മീൻ ലൈക്ക് അതിപ്പോ പറയുന്ന അന്ന് അത്ര ഒന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോ തിരിച്ചു വന്ന് മണിരത്നത്തിന്റെ സിനിമയില് AR റഹ്മാന്റെ പാട്ടിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ഐ ആം വെരി ഹാപ്പി. ആൻഡ് ശ്വേത മോഹൻ സാങ് ദ സോങ്. ആൻഡ് മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിംഗറാണ്. ആൻഡ് ഐ താങ്ക് ഹെർ ഇൻ ദിസ് സ്റ്റേജ്. എനിക്ക് ഇതിനു മുന്നേ ഒരു സ്റ്റേജിൽ നന്ദി പറയാൻ പറ്റിയിട്ടില്ല ചേച്ചിക്ക്. ബ്യൂട്ടിഫുള്ളി ഷീ സാങ് ദ സോങ്. ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന സമയത്ത് വെൻ ഐ തിങ്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ നന്നായിട്ട് പോയില്ല എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശം റിവ്യൂ അയച്ചാലോ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ പാട്ട് എടുത്തിട്ട് കേൾക്കാറുണ്ട്. ഫ്രം ദ ടൈം ദാറ്റ് വി വർ ഷൂട്ടിംഗ്. എനിക്ക് ഒരുപാട് സമാധാനം തരുന്ന ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. It absolutely is. Ladies and gentlemen, do you want to sing the song for us or do you want to run off? No. No, she says no, so I'm going to let her be. Thank you so much, the lovely Pungarli. PS2 we can't wait to see you. Here's wishing you more success and more glory in the years to come. Also, one more thing I want to say. ഇത്ര ചൂടത്ത് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ, ഇവിടെ നിങ്ങൾ തണുത്തു പോയി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പാവം വളരെ കഷ്ടപ്പെടുകയാണ്. സോ പ്ലീസ് ഗിവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ബിക്കോസ് you are one of the best we have. സത്യമാണ്, ഭയങ്കര ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടാണ്. It's very hot, so I'm going to let you go sit and enjoy. Go via the AC. വന്നപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് വന്ധ്യദേവനും ആൾവാർക്കടിയൻ നമ്പിയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ പലരും തമിഴ്നാട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നത് ഫസ്റ്റ് അതാണ്, വന്ധ്യദേവൻ ആരാ ചെയ്യാൻ പോകുന്നു ചോദിക്കുമ്പോൾ നമ്പി ആരാ ചെയ്യാൻ പോകുന്നു ചോദിക്കും. അത് ഒരു ടോം ആൻഡ് ജെറി പോലെ ഫുള്ളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന കഥാപാത്രമാണ്. സിനിമയിൽ അത്രത്തോളം ഇല്ല, നോവലിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മണിസാറിനോട് ചോദിച്ചു ആരാണ് വന്ധ്യദേവനായിട്ട്. അപ്പോഴാണ് മണിസാർ ആ പേര് പറയുന്നത്. ഞാൻ എത്രത്തോളം ഒരു സന്തോഷവാനായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇവരെയൊക്കെ എനിക്ക് മദ്രാസിൽ കുറച്ചുകൂടി കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ്. ഞാനും ഏകദേശം 30 വർഷമായിട്ട് മദ്രാസിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇവരെല്ലാവരെയും ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് ശിവകുമാർ സാറുമായിട്ടൊക്കെ വളരെ 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 മാനസികമായിട്ട് ഒരു അടുപ്പവും ബന്ധവും എല്ലാം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടി ഇന്ന് അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത ഒരു മാനസിക അടുപ്പമുള്ളൊരു സുഹൃത്തു കൂടിയാണ്. എന്തായാലും വളരെ അഭിമാനത്തോടു കൂടി ഈ കൊച്ചിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ വന്ധ്യദേവൻ കാർത്തി സർ. നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. PS1க்கு இங்கே வந்தோம், கேரளாவுக்கு. திருவேண்டரமில் வீட்டில் இருந்து பொட்டு வச்சு அனுப்பிச்சுடுவாங்கல்ல, நல்லா போயிட்டு ஜெயிச்சுட்டு வான்னு, அந்த மாதிரி திருவேண்டரமில் பொட்டு வச்சு அனுப்பிச்சு விட்டீங்க. பெருசாக ஜெயிச்சுட்டு வந்தோம். இப்போ மறுபடியும் இங்கே கேரளாவில் ஒரு பொட்டு வச்சு இப்போ அனுப்பிச்சு விட்றீங்க. இன்னும் பெருசாக ஜெயிப்போன்னு நம்பிக்கை இருக்கு. அதுக்கு முதல்ல உங்கள் எல்லாருக்கும் ரொம்ப நன்றி. எங்கிருந்தோ வர்றோம், இந்த அன்பு கிடைக்குமா? ஒவ்வொரு நாள் மழை பெய்யும் போது காட்ஸ் பிளெஸிங் மாதிரி இருக்கும்ல, உங்களுடைய கைத்தட்டலும் உங்க அன்பும் அப்படிதான் இருக்கு. தேங்க்யூ ஃபார் தட் லவ். கோகுலம் கோபாலன் சாருக்கு ஒரு பெரிய நன்றி. இந்த மாதிரி ஒரு ஷோ, இந்த மாதிரி ஒரு அன்பு, இந்த மாதிரி ஒரு ரிசப்ஷன், இந்த வெல்கம், தேங்க்யூ சார், தேங்க்யூ ஸோ மச். கேரளாவில் எப்பவுமே எல்லா விஷயம் அவ்வளோ ஆர்டிஸ்டிக்காக பண்ணுவாங்க. இந்த பெர்ஃபார்மன்ஸஸ் ஆகட்டும், அந்த காஸ்டியூம் ஆகட்டும். ஜெயராம் சார் சொன்னார் அதுதான் கேரளா அப்படின்னாரு. அவ்வளோ அழகா இருந்துச்சு எல்லாமே. ரொம்ப நன்றி. ஜெயராம் சார் வந்து தானக்கேன்ல இருந்து தெரியும் இல்லையா, அப்போ மிமிக்ரி பார்த்ததுல இருந்து பார்த்துட்டு இருக்கோம். உங்களுக்கு எவ்வளவு சொந்தமோ அந்த அளவுக்கு எங்களுக்கும் சொந்தம் ஜெயராம் சார். நாங்க ஈக்குவலா உரிமை கொண்டாடுவோம். ஜெயராம் சார் வந்து தூரத்துல இருந்து பார்க்கும்போது நான் அப்படியே கிட்ட இருந்து இப்படிதான் இருந்தேன். இப்படி இருந்த பையனை இப்படி ஆக்கிட்டாரு ஜெயராம் சார். அப்படி எங்களை வந்து ஃப்ரெண்ட்ஸ் மாதிரி ட்ரீட் பண்ணி அவர் கூட டிராவல் பண்ண எக்ஸ்பீரியன்ஸ் வி செரிஷ். நானும் ரவியும் சொல்லிட்டே இருப்போம், நம்மெல்லாம் வந்து அவர் தான் ஆக்டர் அப்படின்னு சொல்லிட்டு இருப்போம். அப்படி ஒரு அற்புதமான ஒரு கலைஞர், எல்லா பெர்ஃபார்மன்ஸையும் ஆல்ரவுண்டா பண்ணக்கூடிய ஒரு கலைஞர். நான் ஷூட்டிங் ஸ்பாட்ல ரொம்ப ஆச்சரியப்பட்டது, ஒரு நாள் நைட் ஷூட்டிங், எனக்கும் ஜெயராம் சாருக்கு எப்போ ஷார்ட் வரும்னு தெரியாது. ஆனால் டெய்லி 2 பேரும் ஃபுல் மேக்கப் போட்டு உட்காந்துருப்போம். நான் அசிஸ்டன்ட் டைரக்டர், நான் மணி சார் பக்கத்தில் நின்றுட்டு இருப்பேன். ஜெயராம் சாருக்கு உட்காரணும்னு அவசியம் இல்லை. ஆனால் அந்த படத்தை ஃபர்ஸ்ட் ஒரு நடிகனுக்கு சான்ஸ் கிடைச்சா எப்படி நிற்பானோ அப்படி நின்று
ஒவ்வொரு செகண்டும் அங்க நின்று நைட்டு விடிஞ்சிட்டு இருக்கு 3:30 மணிக்கு ஒரு ஷாட் வருது 4 நாளுக்கு அப்புறமா மணி சார் சொன்னார் யூ கேன் கோ அண்ட் ஸ்லீப். நான் இல்லை சார் நான் இருக்கேன்னு வெயிட் பண்றாரு. நின்று காலைல 4 மணிக்கு ஷாட் வரும்போது சட்டை வேற இல்லை, அப்படி குளிரு. அந்த ஷாட்ல கரெக்டா பண்ணனா நான் கரெக்டா பண்ணனா சார் கேட்டுட்டு போறாரு. எப்படி சார்? பத்மஸ்ரீ. அதுதான் ஜெயராம் சார். So we are so blessed to have you here next to me, sir. Thank you for that love. And Ponniyin Selvan is something we are all very proud of. இந்த மாதிரி ஒரு படம், இந்த மாதிரி எல்லாரும் சேர்ந்து நடிக்கிற ஒரு அனுபவம், விக்ரம் சார் கூட நடிக்கிற ஒரு அனுபவம் இருக்குல்ல. சேது பார்த்திருக்கீங்களா? விக்ரம் சார் சேது பார்த்திருக்கீங்களா? சியான்னு கூப்பிடுறோம்ல அந்த சேது. அந்த சேதுல தான் ஃபர்ஸ்ட் டைம் அவர் லவ் பண்றதை நம்ம பார்த்தோம். அதுல இருந்து நம்ம அவரை லவ் பண்ண ஆரம்பிச்சிட்டோம். அதுல ஒரு ரொம்ப பிடிச்ச டயலாக் இருக்கும். அவர் வந்து லவ் எக்ஸ்பிரஸ் பண்ணிட்டே இருப்பாரு. அவருக்கு லவ் சொல்ல தெரியாது, வலிக்குது புரிஞ்சுக்கோ அப்படிம்பாரு. அந்த மாதிரி ஒரு லவ் இந்த படத்துல இருக்கு. அதை நீங்க பார்க்க போறீங்க. அதுக்கப்புறம் நண்பன் ஜெயம் ரவி, ராஜராஜ சோழனா இருக்கிறது அவ்வளவு ஈஸி கிடையாது. அதுக்கு ஒரு முகம், அதுக்கு ஒரு நடை, அதுக்கு ஒரு சிரிப்பு இருக்கணும். ஒரு ராஜாவா இருக்கிறதுக்கு என்ன முக்கியமான காரணம் இருக்கணும்? ஃபர்ஸ்ட் அன்பு இருக்கணும், அப்புறம் கருணை இருக்கணும், அதுக்கப்புறம் அழகு இருக்கணும், வீரம் இருக்கணும், அதுக்கப்புறம் திறமை இருக்கணும். அது எல்லாமே என் நண்பன்கிட்ட இருக்குன்னு நான் நினைக்கிறேன். ஸோ இட்ஸ் ஸோ வெல் காஸ்டட். ஃபர்ஸ்ட் டே பார்த்ததுலேருந்து நான் சொல்லிட்டு இருக்கேன், அந்த அழகு எப்பவுமே ரவி கிட்ட இருக்கிறது ரொம்ப பிடிக்கும். த்ரிஷா வந்து உங்களுக்கு வந்து ஜெஸ்ஸி, அதுக்கப்புறம் ஜானு, ஆனா எனக்கு குந்தவை. பட் இனிமே அவங்க குந்தவை தான் நினைக்கிறேன். I think more is to come, Trisha, but you were fabulous in this film. You were so beautiful in this film even now. So I'm wishing you a lot more to come your way. And பூங்குழலி தான் நான் ஃபர்ஸ்ட் டே ஷூட்டிங் பூங்குழலி கூட தான். இந்த பொண்ணுக்கு முன்னாடி நான் பார்த்ததில்ல, ஃபர்ஸ்ட் டே ஷூட்டிங்கு. ஆனால் போட் கேர்ள்னு சொல்லி கொண்டு வந்து விட்டாங்க. அந்த ஒலிம்பிக்ஸ்லாம் ஜிம்னாஸ்டிக்ஸ் பண்ணுவாங்க தெரியுமா, ஒரு கட்டை மேலே நின்று. I think she was on the boatல ஒரு வாழ்க்கை பூரா மீன்காரியா இருந்த ஒரு பொண்ணு எப்படி இருக்குமோ அப்படி she was there. I think she was practicing on the boat for 1 week to be so agile and so so flexible on the boat. So impressed on the very first day. So all the best to you, Aishwarya. And Shobita is somebody who's got a lot more scope to go. I think she's going to go international than Anigra. So all the best to you too. And Chakacha, thank you for coming. We've only spoken on the phone a few times, but we enjoyed your performances on screen. Thank you for coming here and being with us. Love you. Thank you so much. And Uni Mukundan, I'm just meeting you, but I've seen your work a lot. All the very best, and thank you for coming here and being with us. This is a very special stage. That's why I'm taking some time to share my love for all the team members here. And thank you, Mani sir, Ravi Varman sir, Totadarni sir, and all the Eka, everyone. So many people Yes, to be thankful. and thanks to you. To die in the heat, no, Karthi sir. No, you still look beautiful. Don't You worry think so? about it. Yes. Yeah, okay, no, so difficult it is to look nice in this weather. But Karthi sir, I want to ask you, so Jairam Attan and you, Tom and Jerry, in this movie, lots of combination scenes. PS2 அது மாதிரி தான். நாங்க எங்க போனாலும் கலாட்டா தான். எங்க போனாலும் கலாட்டா தான். அது ஷூட்டிங் ஸ்பாட்லயும் அப்படிதான். Okay, அப்போ I wanted to know your character. I found very interesting when I was watching the movie. Because like a flirt. இல்ல. Flirta? இல்ல. Little small flirt. Every girl you see you're falling for her. இல்ல. எது மாதிரி girl? But they're also falling for me. I don't know. Except Pungoli. Except Pungoli, because Pungoli's heart is set on. Okay, so but then there was one special connection between Kundavi and you. What was that? A.R. Rahman. A.R. Rahman music. I don't know what it is. You click everyone with Nandini, the character. I will say something actually. The Kalki sir first inga vanakkam nandri sollikiren. Adula vandu the first time Vandiyathevan gets to talk to Kundavai. அவர் சொல்வாரு வந்தியத்தேவன் குந்தவை பார்த்தம்போது உலகமே ஒரு செகண்ட் நின்றுச்சுன்னு சொல்லுவாங்க. So they felt like we are born for each other னு அதுல எழுதி இருப்பாரு. We also felt it. Little bit. Music. A.R. Rahman sir ka music. Janameda, iva Karthi sir Vandiyathevan nu vanna character aanu ee oru cinemile ellareyum meet cheyyunna oru kathapathram. And not just meeting,
എല്ലാവരുടെ കൂടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഈവൻ വെദർ ഇറ്റ്സ് അവാനത്തി, യു ഹാവ് ദ നൈസ് സീക്വൻസ് ഇൻ ദ സോങ്, വെദർ ഇറ്റ്സ് പൂങ്കളിലി, വെദർ ഇറ്റ്സ് നൻബി, വെദർ ഇറ്റ്സ് ജയം രവി സർസ് ക്യാരക്ടർ or Vikram sir's character. So you had the best time meeting everyone, enjoying, learning. Absolutely. Tell me one thing you learned from each of them. Or one learned അല്ല എന്തെങ്കിലും ഒരു കാര്യം from each of I them. already said a lot of things about them. விக்ரம் சார் தான் கேட்காம போயிட்டாரு நான் பேசும்போது. திரும்பி நான் சொல்ல மாட்டேன், அப்புறமா யூடியூப்ல பாத்துக்கோ. One thing about Vikram sir that blew your mind. I think I still remember seeing him in Setu and I didn't sleep for a week. அப்படி ஒரு ஆக்டர், அப்படி ஒரு பெர்ஃபார்மன்ஸ், இட் ஹிட்ஸ் யூ சோ ஹார்ட். ஆஃப் கோர்ஸ் டைரக்டர் பாலாவோட ஒர்க் அதில் இருந்தாலும் ஒரு ஆக்டரா சடன்லி யூ வண்டரிங் இவர் ஏன் இவ்வளவு நாளா நமக்கு தெரியல அப்படின்னு தோன்ற மாதிரி ஒரு பெர்ஃபார்மன்ஸ் இல்லை. அதுக்கு அதான் அந்த படத்துக்கு ஜீவனை கொடுக்கறதுமாங்கல்ல, உயிரை கொடுக்கறது, ஜீவனை கொடுக்கறதுன்ற ஒரு விஷயம் இருக்கு இல்லையா, சோ இன்ஸ்பைரிங். இட் வாஸ் சோ இன்ஸ்பைரிங். அதே மாதிரி காசி சாரோட காசி கலவன் மணி சார் பண்ண படம், பட் அந்த படம் பார்க்கும்போது அவரோட பெர்ஃபார்மன்ஸ் அதில் அவ்வளோ பிடிச்சது. I mean, so many things to say, but அது பேசிட்டே இருப்பேன், அப்புறம் உங்களுக்கு டைம் ஆயிடும். I know lots. I know standing here is a bit. One more information they are feeding me. Okay, I have to ask you. So when you told your mother that you were going to play Vandiyathevan, உங்களுடைய அம்மா என்ன சொல்லியாச்சு? நிறைய பயமுறுத்தி விட்டாங்க. என் ஃப்ரெண்ட்ஸ் எல்லாருமே வந்து நான் கல்யாணம் பண்ணா வந்தியத்தேவனை தான் கல்யாணம் பண்ணுவேன்னு சொல்லிட்டு இருந்தாங்க. அது நாவல்ல இருக்கிற ஒரு கேரக்டர், பட் they all love it so much. அப்படி ஒரு கேரக்டர்னு சொல்லி அனுப்பிச்சாங்க. நான் போய் கன்னடியில பார்த்தேன், நீ தான் வந்தியத்தேவன். அம்மாக்கு அப்படி கேரக்டரா பிடிக்கும். சோ பயந்து தான் பண்ணேன், பட் ரொம்ப சின்சியரா பண்ணேன். I worked very hard. Okay, now popular question from everybody here, உங்களுடைய அண்ணா ரோலெக்ஸ் எங்க? ரோலெக்ஸ் சார், ரோலெக்ஸ் கன கோவப்படுறாரு. ரோலெக்ஸ் சார் கடைக்காரன்ல இருக்காரு. Thank you so much. Here is wishing PS2 a big success, even bigger than PS1. Jairam Ettanum aduvole thanne Karthideyum combination scenes, ee cinemate ororthudeyum characters, the emotions, I'm sure it's all going to be there, coming to your theaters next to you on April 28th. Thank you guys. Thank you so much. Thank you. ഒരാഴ്ച മുമ്പ് മെഡ്രാസിൽ വെച്ച് പൊന്നിയിൻ സെൽവൻ്റെ ഒരു വലിയ ഫംഗ്ഷൻ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടന്നു. ഏകദേശം 25,000-30,000 അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ കോമ്പയർ ചെയ്യുന്ന രഞ്ജിനി പോലെ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവരെ കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു സ്റ്റേജിൽ വെച്ച്. അപ്പം ഞാൻ തമിഴിലാണ് പറഞ്ഞത്, ഇവളോ അഴകാ ഇരിക്കുന്നു, തിരുപ്പി കേൾക്കണം ആശയായിരിക്കും. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോൾ അവരെ കണ്ടാലും ഇത് തന്നെയാണ് ചോദിക്കണേ, ഇത്ര എങ്ങനെ സുന്ദരിയായിട്ട് കാലങ്ങളായിട്ടിരിക്കുന്നു എന്ന്. അത് തന്നെയാണ് എനിക്കവരെ കാണുമ്പോൾ എപ്പോഴും അത് തന്നെയാണ് തോന്നാറ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലും നടക്കുമ്പോൾ അവർ ഫുൾ മേക്കപ്പോട് കൂടി അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം നോക്കിയിരുന്നിട്ട് ഞാൻ അടുത്ത് പോയി പറഞ്ഞു, ഞാനിങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നുകൊണ്ട് തെറ്റായിട്ട് വിചാരിക്കരുത്, ഞാൻ ആ ഭംഗി, ഈ മേക്കപ്പ് എല്ലാം എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് നോക്കിയത്, തെറ്റായിട്ട് വിചാരിക്കരുത് ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ അഭിമാനത്തോടു കൂടി കൊച്ചിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി കുന്തവായി തൃഷ. ഹായ് കൊച്ചിൻ, എല്ലാവർക്കും നമസ്കാരം. So good to see you all. Amazing energy, amazing crowd. Thank you for showing up. Kundavai, in your life as an actor, idu madri oru historic period drama you've never done. First time. So the first call ungalku when you got it, what was your reaction? Before PS1. I called. Even better. Appo you called. I called Suhasini ma'am saying, tell Mani sir I want to be in his Really? Yeah. Look how that worked out. And she told me he does have you also in mind. You also. Yeah. And then? What? Because I think there were a lot of characters. The initial stages scripting la irundhathu, and he was look testing a lot of people. And then that's about it. After that, I had a meeting with him and things just... Ta-da! Yeah. And almost a year later, September, the movie released. There were several look tests for you also to finalize. How many look tests to come to this Kundavai? We must have done about 100 looks and like maybe 3 to 4 look tests. Oh
Wow. Yeah, it was a lot of. And Mani sir ரொம்ப இப்படி காரத்துல ரொம்ப like strict. He is a perfectionist, but when we were shooting, things were so much easier because there was so much. We were familiar with the Sen Tamil, we were familiar with the dialect, with the clothes. So he made life easy for us by taking us through this PS journey for a year. And from PS1 to PS2, how does Kundavai's progression happen? Which way? In the Madri. See, when we shot the film, we shot the whole thing at one go. So we were not even sure how it's going to be edited, what's 1 and 2. But like my Tambi said, where is he now? He's there, okay. Like he said, PS1 is a movie and PS2 is an emotion. So I feel PS1 was like an introduction of all the characters and PS2 is when the story really starts. So it has to be progressive. ജരമേട്ടൻ ട്രിഷനെ കണ്ടിട്ട് പറഞ്ഞു എങ്ങനെ how do you look the same അന്നോ ഇന്നോ ഒരേ മാതിരി இல்ல ஷூட்டிங் 100% I've also seen ஷூட்டிங் டைம்ல கூட நான் வந்து சொல்லிருக்கேன் இல்ல நான் ரொம்ப அப்படியே ஸ்டேர் பண்ணி we want to know how just like how you look. Trust me, I was 10 kilos lighter 2 years ago. It's not working out for me. But there was also like I think this film didn't you like not do films for a bit or not decide to do or decided to do? Was there a time? Nothing like that. There was nothing like that. Nothing like that. It's just that every time a good film of mine happens, they call it a comeback. Why is that? I don't know. So Jessie was a comeback, and then Janu was a comeback, and Kundavai was a comeback. So I'm like, it's okay. Say it's a comeback. At least the films are. Every year she has a comeback, which is a super duper hit, and we love you for that. Jaramathe, Trishyodu oru chodyam ipo Jaramathe chodikkunnu njan choദിച്ചാൽ എന്ത് ചോദിക്കും? ട്രിഷ്യയോട് ജയറാമേട്ടൻ എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയാൽ ഞാൻ ചോദിക്കണം. അത് ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു ഇവിടെ ആ സുന്ദരിയാണ് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു. വേറെ ചോദ്യം വേറെ എന്തായിരുന്നു തൃശ്യ കണ്ടാൽ അതല്ലാതെ വേറെ എന്താ ചോദിക്കാൻ തോന്നുന്നു? എന്താ Leon. I'm like, who is Leon? Nobody told me about Leon. I'm thinking, tell us about Leon because everybody's a big fan of you know who. Arne cinema Leon. You have to say something, otherwise they'll kill me. I had already said this a few days ago at an event that I can't say too much right here. But I know you're all big fans of Lokesh and Vijay. I know and Leo is something you guys are going to love, but I will talk more about it in time. October the release, nariya irukku pesradhukku, but romba nallabadiya shooting podhu and you guys are going to love the film. Okay, adu nammal October ningathu launch vekkuma namukku chodikam. Kodapillalo. Ippam let's talk about Ponniyin Selvan 2 April 28th is the release. And the movie bhasha, the Sen Tamil. Adu Jaramata difficult ആയിരുന്നോ? Jaramata. ഈ സെൻ തമിഴിൽ സംസാരിക്കുക പഠിച്ചെടുക്കുക അത് ബുദ്ധിമുട്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ എന്നും ഈ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ട് ഫുള്ളായിട്ട്. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കും. പക്ഷെ ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്നത് സാരമില്ല, ഞാൻ ഓൾറെഡി അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മണിസാറും ഇരിക്കും, ബാക്കിയെല്ലാം രവി ഉണ്ടാവും, കാർത്തിക ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് വായിച്ചു വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അത് വായിച്ചു ഇപ്പോൾ എൻ്റെ പോർഷൻ വരുമ്പോൾ ഓഹോ നീ അങ്ങേ പോയി പാரு நான் பார்க்கவில்லை நினைத்தாயா நான் உன் பின்னாடியே தானே இருக்கேன். இல்லை உன் பின்னாடி தட் அந்த இடத்துல ஸ்ட்ரெஸ் தேவையில்லை, நீ என்னன்னு பார்த்தாயா அவ்வளோதான் പറഞ്ഞു തരും. ഒന്ന് ആലോചിച്ച് നോക്കി, മണിസാർ കറക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയും. അങ്ങനെ എല്ലാവരെയും കറക്റ്റ് ചെയ്ത് 1 hour റീഡിങ് ഉണ്ട്. Every day. Was it the training helped him? Did you have to practice yourself? Absolutely, it was very, very challenging because see, even though we speak Tamil, Sen Tamil is a very different dialect. But you know what happened? We trained for it. He gave us a script. We had, like Sir said, we had a lot of readings, and then unfortunately the lockdown happened. So that gave us a lot of time to learn, and I mean, it was like a blessing in disguise for us because we got to spend a lot of time on homework, and so yeah. But it was a challenging dialogue. And can we expect some magic between you and which one? Only one. I only can point you that way with. Of course. Yeah. I mean, is VT your pet name for Vandiyadevan character? Yeah, I was thinking, why are you VT? Should it be VD? But no. I can't, every time I call him, I can't say, hello, Vandiyadevan, eppadi irkenga. I can't do that. I was thinking. So, we all, it's weird. Everybody calls me Kun. They call him VT.
I mean, everyone has pet names because we kind of like. It's also not easy to call them in the lamba names. Not like that. We just found it cute and fun. It is. Yeah. So Kun and VT Tamil, anything Definitely. I mean, I don't think we've even started? romance. Oh! Right? Yeah. So yes, there is. Watch it. Watch it. April 28th. Vikram sir, super excited. Malayali makkal ellarum thanne for April 28th because PS1 fabulous. പക്ഷെ നിങ്ങൾ എല്ലാവരും ഓരോ ഇന്റർവ്യൂവിലും ഓരോ പ്രസ് മീറ്റിലും ഓരോ സ്റ്റേജിലും യു ആർ സേയിങ് ദിസ് ഈസ് മച്ച് ബെറ്റർ. ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ഇമോഷൻ. ഇറ്റ് ഈസ് Mani Ratnam sir's vision. What is the first thing you would like to say to all the people here about to be? First thing is എല്ലാവർക്കും നമസ്കാരം. ഈ സൂട്ടിൽ ഈ ലേറ്റ് ആയിട്ട് ഇത്ര സമയം കൂടെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നന്ദി. And thank you for the beautiful introduction, Jainam sir. Special thanks to Jay Surya and to Unni Mukundan. Thank you for coming here. Means a lot to us. എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നു അതെല്ലാം ഉണ്ട്. പക്ഷേ എപ്പോ ഞാൻ ആന്ധ്ര പോണാലും ശരി ചെന്നൈയിൽ മധുരൈ എവിടെ പോണാലും ഐ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് മലയാളത്തിലെ കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രം കേരളത്തിൽ വരുമ്പോൾ മാത്രം എനിക്ക് എപ്പോഴും ഒരു ഓർമ്മ. ഐ ഓൾവേസ് ഗോ ബാക്ക് ടു ഫ്ലാഷ് ബാക്ക്. ആൻഡ് കാർത്തി സെഡ് സംതിങ് വെരി ബ്യൂട്ടിഫുള്ളി. സെഡ് നിങ്ങൾ ആ ശബ്ദം സ്ക്രീമിങ് അതെല്ലാം ഒരു ഗോഡ്സ് ബ്ലെസ്സിങ്. ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ദിസ് ഇസ് ഗോഡ്സ് ഓൺ കൺട്രി റൈറ്റ്. സോ ഇറ്റ് കാൻ ബി എനിത്തിങ് എൽസ്. പക്ഷേ ദിസ് ഗോഡ്സ് ഓൺ കൺട്രി, ഈ നാട്, കൊച്ചിൻ, ഈ ട്രിവാൻഡ്രം, ഇതെല്ലാം എനിക്ക് അത്ര ഓർമ്മകളുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹൗ യു ഓപ്പൺ മൈ the doors to me. അതുപോലെ ഇവിടെ ഞാൻ കാണുമ്പോഴേ കുറേ ആൾക്കാരുണ്ട് who have touched me in a very special way. ജയറാമേട്ട പറഞ്ഞതുപോലെ ധ്രുവത്തിലെ ഭദ്രനാണ് ക്യാരക്ടർ ഞാൻ ചെയ്തത്. അത്ര ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷേ ആ പടത്തിലാണ് അപ്പോഴപ്പോഴും ഇടയ്ക്ക് ഞങ്ങളെല്ലാം ഡംഷറാസ് കളിക്കുമ്പോൾ ഞാനും അവിടെ ഇരുന്നിട്ട് ഒരു വാക്കായിട്ട് മെല്ലെ പഠിച്ച് ഒരു വാക്ക് അത്രയേ ഉള്ളൂ. one word per day. പിന്നെ ട്രെയിനിൽ വരുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് എപ്പോഴും തമിഴും ഇംഗ്ലീഷും മലയാളത്തിലും ഉണ്ടാവല്ലേ. സോ അത് പഠിച്ച് ഇപ്പം എനിക്ക് വായിക്കാൻ അറിയാൻ കുറച്ച് സംസാരിക്കും. സോ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദാറ്റ്, നോട്ട് ബിക്കോസ് പിന്നെ ഞാൻ മലയാളി വിവാഹം ചെയ്ത് അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പഠിച്ച ഒരേ വാക്ക് മതി ബിക്കോസ് അവിടെ പോണ ശേഷം മതി അല്ലെ പക്ഷെ മതി അല്ലേ വേണ്ട അല്ല മതി അത് മാത്രം പഠിച്ചു. ആൻഡ് ഞാൻ അവരോട് ചോദിച്ചു കുറച്ച് പഠിപ്പിച്ചിട്ടാ. ഇല്ല ഒന്നും വേണ്ട, അങ്ങനെ ഒരു കാര്യം ഒന്നും വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് അങ്ങനെ പറഞ്ഞു. സോ ഞാൻ തന്നെ പഠിച്ചു. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ മെമ്മറി. Another memory is through him. ഇന്നൊരു മെമ്മറി റഷീൻ റഹ്മാൻ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ പുതു അർത്ഥങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ഹാർട്ട് ത്രോബ് ആൻഡ് ഹി വാസ് സച്ച് എ ക്രേസി ഡൂഡ്. ദെൻ ഹി വാസ് എ ഹ്യൂജ് സ്റ്റാർ. ഞാൻ കോളേജ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്നു. അവരുടെ ഗേൾ ഫ്രണ്ടും എൻ്റെ വൈഫും ഫ്രണ്ട്സ്. അത് ഫ്രണ്ട് വാസ് എ ഗേൾ. ഓക്കെ, സോ വളരെ ക്ലോസ്. സോ അപ്പോൾ വീട്ടിൽ ഒരു വി ആർ വെരി ക്ലോസ്. അവർ സ്വാങ്ക് സ്പോർട്സ് കാറിൽ വരും. അപ്പോൾ എനിക്ക് ഒരു വെസ്പ സ്കൂട്ടർ കണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ടിരിക്കും. അവൻ സ്പോർട്സ് കാറിൽ വരുമ്പോൾ ഭയങ്കര ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഉഗ്രനായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഇരിക്കും. സോ ഇസ് എ വെരി സ്വീറ്റ് ഫ്രണ്ട്. അപ്പോഴും എനിക്ക് ഈ ഡ്രീംസ് ഒക്കെ ഉണ്ട് അവനക്ക് അറിയാം. He was always there, he used to support me. And we've met, we've been friends. But what I will never forget is, എൻ്റെ വീട്ടിൽ ഒരു ബഹളം നടന്ന ഒരു വലിയ ഒരു ഫൈറ്റ്. എൻ്റെ തമിഴ് ഞങ്ങൾ അച്ഛൻ അമ്മ ഞാനെല്ലാം കോളേജ് സമയം എല്ലാവർക്കും അറിയും. അപ്പോൾ ഞാൻ സൺഡേ പോയിട്ട് പുറത്ത് വന്ന ഐ വിൽ നോട്ട് സ്റ്റേ ഹിയർ ഇൻ ദിസ് ഹൗസ്. അപ്പോൾ റഷ്യൻ്റെ വീട്ടിൽ പോയി ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു. He opened his doors and said, "Va, കുഴപ്പമില്ല എന്നോട് തമിഴുണ്ട്." And thank you, Rashid. I'll always remember that. That's such a sweet gesture. And Babu Anthony, അവർ വില്ലനായിട്ടിരിക്കുമ്പോൾ ഞാൻ അപ്പോൾ മാഫിയ, പിന്നെ അവർ ഹീറോ ആയി സ്ട്രീറ്റ്, അതിൽ ഞാൻ ഒരു ചെറിയ റോൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ യൂസ് ടു റിമെമ്പർ വെൻ വി ആർ ഷൂട്ടിങ്. അപ്പോൾ ബിക്കോസ് ഞാൻ ഒരു വില്ലനായിട്ട് കണ്ടു. ആൻഡ് ഹി വാസ് ഓക്കെ. അപ്പോൾ സ്ട്രീറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് യു ഡിഡ് എ ഫിലിം വിത്ത് ലോട്ട് ഓഫ് വില്ലൻസ് നോ ആദ്യം അത് മുൻപ് വിച്ച് ബിക്കം എ ബിഗ് ഹിറ്റ്. ക്യാപ്റ്റൻ രാജു, മോഹൻ രാജ് ആൻഡ് ഓൾ ഓഫ് ദം. അപ്പോൾ ഇവർക്കൊരു ഭയങ്കര മാർക്കറ്റ് വന്നു. അപ്പോൾ സ്ട്രീറ്റ് ചെയ്യുമ്പോൾ ഓർമ്മയുണ്ട്
Baba and me shooting nu parayumbo full location will have such a huge crowd, and it was so nice to remember those days. And so everyone here is like bringing back those memories. Thank you so much. And eppudum Malayalis, you have given me love, unconditional love. Nan marakkilla, never forget it. Evada ponalum, I always say this. I love you too. Evada ponalum enikku it's a very funny thing. Ividalla Madras, Bombay, Hyderabad, France, Paris, France illengil America, Iceland, evada ponalum വന്നിട്ട് ഫോട്ടോ ചോദിക്കുമ്പോൾ മലയാളീസ് മാത്രം പറയും സാർ ഞാൻ മലയാളി. I think they know the moment you say Malayali, I have നമ്മൾ തമിഴിൽ ഒരു ഒപ്പന്തം ഏതോ ഒരു ബോണ്ട് ഉണ്ടെന്ന് ഒരു ഇതുണ്ട്. And I'm very proud to say this, it happens to me nowhere else, only with Malayalis. Thank you for giving me that love. I love you, I love you, I love you. Thank you. Vikram sir, Aditya Karikalan. You asked me something about Ponniyin Selvan. Yes. Yeah, Ponniyin Selvan part 1 we already കുറേ പറഞ്ഞിട്ടുണ്ട്. Aditya Karikalan, yeah. So Aditya Karikalan in part 2, part 1 we saw certain konjam like your prowess of acting and all that, but part 2 is there more action, is there more of career? I think like I don't know, Ravi Karthik ellarum paranjadu, part 1 is an introduction to all the characters. Ee padam idu oru like okay, let's do one part and then oru hit on a session second part anganilla. It is a big, so many books comprised into one movie, which is 2 parts. So the beauty about this movie is like, let me say KGF illengil oru Bahubali, idu part 1 ചെയ്തിട്ട് ശേഷം അത് വലിയ hit on a ശേഷം ഒരു പടം ചെയ്തു. And those films are huge, but there have been movies where first part ചെയ്തിട്ട് second part ചെയ്യുമ്പോൾ there is an influence, no? Oh, appo avarku fight ishtapettu, avaru idu ishtapettu, idu innu koodalayitte cheyyum. So judgment will vary. Nangalukku anganella, rendu paattum otte idu cheyidu, and it's the whole emotion, the drama, the plots unraveling ellam second part, like how Jeremidas paranju, the second part is adipoli. You'll really like it. And enikku ingane oru character, I mean etra pravasham choichalum njan cheyyum. It's a beautiful, volatile, wonderful character. And I think I was born to play it. I love it. I will not sacrifice it for anybody. Okay, so PS2 April 28th നാണ് തിയേറ്റേഴ്സിൽ എത്തുന്നത്. And definitely like ഇവിടെ എത്തിയ ഓരോ ആൾക്കാരും ഇതിന്റെ പുതിയ ഒരു ഇമോഷനെ കുറിച്ചാണ് പറയുന്നത്. It is absolutely spectacular എന്നാ പറയുന്നു. And while saying that, I'd like to thank Gokulan sir, Gopalan sir for being a part of our movie. Thank you, sir, and thank you for organizing this, the press meet and everything. Yes, absolutely. Thank you for the my pleasure. energy, Thank you so much. in spite of looking hot and being hot. Hot and hot. I know, double hot. Okay. PS1 കണ്ട ഒരാളാണ് ഞാൻ. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മൂവിയായിരുന്നു. ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആവട്ടെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലാവട്ടെ PS2 എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ തെലുങ്ക് ഇൻഡസ്ട്രി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹുബലിയും ത്രിപിളാറും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കന്നഡ ഇൻഡസ്ട്രി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചാർലി 555 ആണെങ്കിലും കാന്താര ആണെങ്കിലും KGF ആണെങ്കിലും പറയും. എന്ന് പറഞ്ഞതുപോലെ തമിഴിൻ്റെ എടുത്ത് നോക്കുമ്പോൾ PS1ഉം PS2ഉം നമ്മൾ തീർച്ചയായിട്ടും ചരിത്രത്തിലേക്ക് എടുത്തു വയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതുപോലത്തുള്ള ലോഞ്ചുമായിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് മലയാള സിനിമയായിട്ട് പോകാൻ പറ്റട്ടെ, അന്യഭാഷാ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ എന്ന് കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലത്തെ സിനിമകൾ അണിയറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കത്തനാരാണെങ്കിലും ആടുജീവിതമാണെങ്കിലും ഉണ്ണിയുടെ ഗന്ധർവനാണെങ്കിലും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ലൊരു ഇവൻറ്റിന് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. I want to congratulate the entire team of PS1 and PS2 who have come here, and I'm really thrilled. And I'll just come to my point why I'm here, because this is the first time, sir, I'm meeting you in person. Yeah, first time, sir. But I have a small story to tell. Sir, I started my career in Tamil. I did my first film in Tamil, and so I was trying really hard. So I used to go and watch all the movies back in Kodambakam area. I was watching one of your films, and I was very moved, and I literally I was crying, because I said there's sometime I want to be like him, and I want to do something like this.
So there was a colleague with me who took me to the theater. He used to take the tickets for me. Back then I didn't have the money in there also. So he was like, Unni, why are you so upset about things? And I said, see, it's nothing's happening. I've got no support, nothing like that. So he said, okay, fine. I'll tell you a story. There was this guy who used to come to the theaters and he would enact, he would like to perform, and he'll say every dialogue that the actor on screen is doing. Are you doing that? I said, no, I want to be like him, but I don't know if I'm good enough to. He said, then that particular guy would sit and then his eyes will get wet, his voice will shiver, and eventually he would become the guy that you're looking on screen, and that was Vikram sir. I am so glad that I am meeting. I'm so glad that I'm meeting you today. You also took my name. I'm honored. I'm so honored. That is something that, and I have to tell you, sir, it is, you know, it's a very difficult industry to work in, and someone like you has grown from rags to riches story, and you have inspired not just actors like me, but you also inspire people who are trying to achieve something in life, who have a dream. And I wish you all the very best. Every time there's a movie that is announced from your side, there's someone like me who's rooting for you. And I really want this movie to be a huge success along with the entire team, but especially for you, sir. Thank you so much, and I'm just honored that I'm able to stand next to you. So the entire thanks to... Maybe one future film and all you'll get to, or cinema future. Actress hero, I'll be villain in that. Oh yes! Why not? Anything can happen. Anything can happen in this world. I want to thank Gopalan sir because സാറുകാരനാണ് ഇന്ന് വിക്രം സാറിനെ കാണാൻ പറ്റിയത്. അപ്പോൾ മലയാളത്തിൽ ഇത്രയും നല്ല സിനിമ നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടി സാറുണ്ട്. അപ്പോൾ ഈ വലിയ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. ഇന്ന് ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, and for doing a good film. And what to say, sir? I'm just honored to be standing next to you. Wishing all the very best. All your upcoming films, the way you have committing, I'll tell you, every time there's a low phase in life, I just think that if Vikram sir could do it, I will also. Thank you so much. Now I would also like to welcome Ajay Vasudev. നമ്മുടെ ഡയറക്ടർ അജയ് വാസുദേവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ. We have a very, very special moment, ladies and gentlemen. Ponniyin Selvan രണ്ടാം ഭാഗം, രണ്ടാം വരവ് ഏപ്രിൽ 28 തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ചിത്രം കാണാൻ പോകണം. ആദ്യത്തെ ഭാഗത്തിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് അവർ ക്ലിയർ ആയി പറഞ്ഞു. ബട്ട് ദ സെക്കൻഡ് മൂവി ഇറ്റ്സ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക്. ഇറ്റ്സ് an emotion. Ladies and gentlemen, PS2 ആദ്യത്തെ കരിക്കാലൻ നമ്മുടെ ചിയാൻ വിക്രം. Can you all sing for Vikram sir and me? 1, 2, 3. Happy birthday. Louder. To you. Happy birthday, dear Vikram sir and Anjali. Happy birthday.